ഈ എലക്ഷൻ ആത്മീകമല്ല, ആത്മീകർക്ക് എലക്ഷനിൽ നിൽക്കാൻ പാടില്ല, അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം പാസ്റ്റർ എതിരില്ലാതെയാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പം ആ ഇലക്ഷൻ സിസ്റ്റം അതിനെ പറ്റി എങ്ങനെ കാണുന്നത്? അത് തെറ്റാണോ അതോ അത് അനിവാര്യതയാണോ? ഈ IPC സഭ സൊസൈറ്റി ആക്ട് അനുസരിച്ച് ഇന്ത്യ രജിസ്റ്റർ ചെയ്തൊരു സൊസൈറ്റി കൂടെ. സൊസൈറ്റി ആക്ട് ഡെമോക്രാറ്റിക്, അതിനകത്ത് എലക്ഷൻ ഡെമോക്രാറ്റിക്കലി നടത്തണമെന്ന നിയമം. ഡെമോക്രാറ്റിക് എന്ന് പറഞ്ഞാൽ അവിടെ ഇലക്ഷനുണ്ട്, വോട്ടിംഗ് ഉണ്ട്, എല്ലാം ഉണ്ട്. കുറേ ഭരണഘടന കൊണ്ട് കൺട്രോൾ ചെയ്യാമെങ്കിലും അതിനെ നിരോധിക്കാനൊക്കത്തില്ല. സഭ എന്ന് പറയുന്നത് യേശുവിൻ്റെ രക്തം വീണ്ടെടുക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. ആ ദൈവത്തിൻ്റെ സഭ, അതിനെ ബിബ്ലിക്കൽ ഭരണമുള്ള അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും ഉപദേഷ്ടാക്കളും ഇടയന്മാരും സുവിശേഷകരും അതിൻ്റെ ശുശ്രൂഷകന്മാരും, പിന്നെ ഡീക്കൻസ് ഉണ്ട്, എൽഡേഴ്സ് ഉണ്ട്. എന്നാൽ സൊസൈറ്റി വരുമ്പോൾ ഇതല്ല. സൊസൈറ്റി വരുമ്പോൾ ഡെമോക്രാറ്റിക് രീതിയിൽ ഇലക്ഷൻ നടക്കണം. അപ്പോൾ സൊസൈറ്റി അല്ലാതാക്കിയാൽ ഇന്ത്യയിൽ സഭയ്ക്ക് വേറെ എക്സിസ്റ്റൻസ് ഉണ്ടാകണമെങ്കിൽ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഭരണഘടനയിൽ 3 വിഭാഗം സഭകളെ മാത്രമേ അംഗീകരിച്ചിട്ടുള്ളൂ ക്രിസ്ത്യൻ ചർച്ചായിട്ട്. ഭരണഘടന അനുസരിച്ച് ക്രിസ്ത്യൻ ചർച്ചല്ല, പെന്തക്കോസ്ത് സഭകൾ. അതിനകത്തുള്ളത് കാത്തലിക് ചർച്ച് ഇനി അംഗീകരിച്ചിട്ടുണ്ട്, ഓർത്തഡോക്സ് ചർച്ചസിനെ അംഗീകരിച്ചിട്ടുണ്ട്, പിന്നുള്ളത് ആംഗ്ലിക്കൻ ചർച്ചിനെയാണ്. ഈ 3ന്റെ ഏതെങ്കിലും ഒന്നിൻ്റെ കീഴിലാണെങ്കിൽ ചർച്ചാകത്തുള്ളൂ. നമ്മൾ ആംഗ്ലിക്കൻ ഓർഡറിനോട് അടുത്ത് നിൽക്കുന്ന ആളുകളാണ്. പക്ഷേ ക്രിസ്ത്യാനിറ്റിയുടെ ഐക്കൺ, അതിൻ്റെ പ്രതീകം എന്ന് പറയുന്ന കുരിശാണ്. കുരിശ് ആരാധനാ വസ്തുവല്ല, നമുക്ക് പലർക്കും ആരാധനാ വസ്തുവല്ല, എന്നാൽ ചില ആളുകൾക്ക് ആരാധനാ വസ്തുവാണ്. ഒരു ഐക്കൺ, ഒരു പ്രതീകം എന്ന രീതിയിൽ കുരിശ് ഉപയോഗിച്ചിരിക്കണം, സഭയായിട്ട് അംഗീകരിക്കണമെന്ന്. രണ്ടതിൻ്റെ പ്രീസ്റ്റ്ലി ഓർഡർ വേണം. ബിഷപ്പ്, കീഴിലുള്ള ആളുകൾ, ബിഷപ്പിന് മുകളിലുള്ള ആളുകൾ, അങ്ങനെയുള്ള ഒരു പ്രീസ്റ്റ്ലി ഓർഡറും അതിനുള്ള ഡ്രസ് കോഡും ഉണ്ടായിരിക്കണം. ഇങ്ങനെയുള്ളതിനെ മാത്രമേ ചർച്ചായിട്ട് ഇന്ത്യ അംഗീകരിക്കത്തുള്ളൂ. നമ്മളിപ്പോൾ ഒരുപാട് നിവേദനങ്ങൾ കൊടുത്തിട്ടുണ്ട് ചർച്ചായിട്ട് അംഗീകരിക്കാൻ. അപ്പോൾ അവിടുന്ന് കിട്ടിയ മറുപടി നമ്മളിപ്പോൾ ആംഗ്ലിക്കൻ ഓർഡറിൽ ചേർന്ന ചർച്ചാകുന്നതിനെക്കുറിച്ച് ഭരണഘടനാ ഭേദഗതി കമ്മിറ്റിയല്ല, ജനറൽ കൗൺസിൽ തന്നെ ഒരാളെ ചുമതലപ്പെടുത്തി അയാൾ പോയി മദ്രാസിൽ പോയി ഒരു അഡ്വക്കേറ്റിനെ കണ്ട് സംസാരിച്ച് CSI സഭകൾ എങ്ങനെയാണ് ചേർന്നതെന്ന് കണ്ടുപിടിച്ച്, അങ്ങനെ ആ രീതിയിൽ പ്രൊസീജിയറുണ്ട്. അതിനകത്ത് നമ്മുടെ ആളുകൾ ഇതിനെയെല്ലാം കുരിശ് അത് വിലക്കപ്പെട്ടതായിട്ടാണ് കണ്ടത്. നമ്മളെ ജനറൽ കൗൺസിൽ നിന്ന് ഒരാളെ ആക്കിയിട്ടുണ്ട് ഇതിനെ സംബന്ധിച്ച് പഠിക്കാൻ. അദ്ദേഹം പോയി പഠിച്ചു, അതിൻ്റെ റിപ്പോർട്ട് എനിക്ക് തന്നിട്ടുണ്ട്. അത് ചെന്നൈയിലുള്ള ഒരു ലോയർ, CSI സഭകളുടെ ലോയർ, അദ്ദേഹം അതിനുള്ളതായ ഇങ്ങനെ ചെയ്യണം, നമ്മുടെ ഭരണഘടനയിൽ വരെ ഉണ്ടായിരിക്കണം നമ്മുടെ വർഷിപ്പിൻ്റെ രീതി, അതെല്ലാം കൂടെ ചേർത്ത് പുതിയ ഭരണഘടന ഉണ്ടാക്കണം. അത് കഴിഞ്ഞ് നമുക്ക് അപ്ലൈ ചെയ്യാനൊക്കത്തുള്ളൂ. അതുപോലെ പിന്നെ പ്രീസ്റ്റ്ലി ഓർഡർ വേണം. പ്രീസ്റ്റാകേണ്ട പാസ്റ്ററുമുള്ള അധ്യക്ഷൻ, ബിഷപ്പ് എന്ന് പറഞ്ഞാൽ അധ്യക്ഷൻ നടത്തുള്ളൂ, അങ്ങനെ ഉണ്ടാകണം. പിന്നെ ക്രൂശിനെ അംഗീകരിക്കണം ഒരു ഐക്കണായിട്ട്. ഇത് നമ്മുടെ സഭകളിൽ ആളുകളെ കൊണ്ട് മനസ്സിലാക്കിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം അവരെ പണ്ട് മുതലേ പഠിപ്പിച്ചേക്കുന്ന ഇത് പൈശാചികമാണെന്നും സാത്താന്യമാണെന്നൊക്കെ പഠിപ്പിച്ചു വെച്ചേക്കുന്നുണ്ട്. അവരതിനെ എതിർക്കത്തേ ഉള്ളൂ. അപ്പോൾ എതിർക്കുകയാണ്, ഇതൊരിക്കലും ചർച്ചയായിട്ട് അംഗീകരിക്കപ്പെടത്തില്ല. അപ്പൊ യാഥാർത്ഥ്യത്തോട് മുഖം തിരിഞ്ഞു നിന്നാണ് ഈ വിമർശനങ്ങൾ. കാരണം പഠിക്കത്തില്ല, മനസ്സിലാക്കില്ല. ഇത് സൊസൈറ്റീസ് ആക്ട് ആണ്, ഇത് മാൻഡറ്ററി ആയിട്ട് ഇലക്ഷൻ നടത്തിയിരിക്കണം. അപ്പൊ അത് അറിയാതെ ആളുകളെ വൈകാരികമായിട്ട് ഇളക്കാൻ ഇലക്ഷൻ അനാൽഭികമാണ്. അപ്പൊ അത് ഒഴിവാക്കാൻ പറ്റാത്തതാണ്.